നമ്മൾ ഒർലാൻഡോ എന്ന് പറയുന്ന അമ്യൂസ്മെൻറ്റ് നഗരത്തിലേക്ക് ഒരു ബസ്സിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒർലാൻഡോയുടെ അടുത്തുകൊണ്ടിരിക്കുകയാണ് ബസ്. വർഷങ്ങൾക്ക് മുമ്പ് നടത്തിയൊരു യാത്രയിലുണ്ടായ ഒരു വലിയ പ്രതിസന്ധിയെക്കുറിച്ചാണ് കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞത്. എന്നെ ചോദ്യം ചെയ്യുകയും ഒടുവിൽ മേലാൽ ഡിസ്നി വേൾഡിൻ്റെ ഒരു പ്രോപ്പർട്ടിയിലും കാലുകുത്തരുതെന്ന് പറയുകയും ചെയ്ത് ട്രസ്പാസ് നോട്ടീസും തന്ന് എന്നെ പുറത്താക്കിയ കഥ. അതിനുശേഷം ഏതാണ്ട് 10 വർഷത്തിന് ശേഷമാണ് ഞാൻ വീണ്ടും ഈ ഒർലാൻഡോയിലെ ഡിസ്നി വേൾഡിലേക്ക് പോകുന്നത്. നമ്മൾ അമ്യൂസ്മെൻറ്റ് പാർക്കുകളൊക്കെ പലതും നമ്മുടെ നാട്ടിൽ കണ്ടിട്ടുണ്ടാവും. അതിൻ്റെ ഒരു വലിയ പതിപ്പിനെ ഇത് കേൾക്കുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ ഡിസ്നി വേൾഡ് കണ്ടിട്ടില്ലാത്തവർക്ക് ഡിസ്നി വേൾഡിനെ കുറിച്ച് തോന്നുള്ളൂ. അതൊന്നും അല്ല ലോകം. ഒരു ലോകാത്ഭുതം തന്നെയാണത്. പക്ഷേ അതിനകത്ത് കയറി അതിൻ്റെ ദൃശ്യങ്ങൾ പകർത്തിയെടുത്ത് എൻ്റെ പ്രേക്ഷകരെ കാണിക്കാൻ കഴിയാത്ത എൻ്റെ സങ്കടം, ദുഃഖം, വേദനയൊക്കെ എൻ്റെ മനസ്സിലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് സാഹസികമായിട്ട് ഒന്നുകൂടെ പോയി ശ്രമിക്കുക എന്ന് തീരുമാനിച്ചത്. ഇതിനുവേണ്ടി ഞാൻ നേരത്തെ തന്നെ ഡിസ്നി വേൾഡിലെ മാജിക് കിങ്ഡം എന്ന് പറയുന്ന പാർക്കിലേക്ക് കയറാനുള്ള ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. അത് ഓൺലൈനായിട്ട് എടുക്കുമ്പം എൻ്റെ പേരും ഡീറ്റെയിൽസും എല്ലാം കൊടുക്കണം. അതെല്ലാം കൊടുത്തെടുത്തപ്പോൾ അതിനകത്ത് തടസ്സമൊന്നും വന്നില്ല. എനിക്ക് ടിക്കറ്റ് തന്നു. അപ്പോൾ ഒരു ചെറിയ ആശ്വാസം മനസ്സിലുണ്ട്. സന്തോഷ് ജോർജ് കുളങ്ങര എന്ന പേരിൽ ഞാൻ ടിക്കറ്റ് എടുത്തിട്ടും അവരവിടെ തടഞ്ഞിട്ടൊന്നുമില്ല. ഇനി അവിടെ ചെന്ന് കഴിയുമ്പം എന്തായിരിക്കും സ്ഥിതി എന്നുള്ള ആശങ്കയോടെ അങ്ങനെ ഇരിക്കുന്നത്. ബസ് ഒർലാൻഡോയുടെ ബസ് സ്റ്റേഷനിൽ പോയി നിന്നു. ഇവിടം വരെയാണ് ഈ ബസ്സുകൾ പോവുക. ഞങ്ങളവിടെ ഇറങ്ങി. ഈ ബസ്സിൽ നിന്ന് ഇറങ്ങി ചെല്ലുമ്പോൾ തന്നെ അവിടെ കെട്ടിടത്തിനകത്ത് ഒരു കൗണ്ടറുണ്ട്. ആ കൗണ്ടറിൽ ഒരു പെൺകുട്ടി ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ ഡ്രൈവറോട് ചോദിച്ചു, ഇനി ഞാൻ എന്താണ് ചെയ്യേണ്ടത്? എനിക്ക് ഡിസ്നി വേൾഡിലേക്കാണല്ലോ പോകേണ്ടത്. വാൾട്ട് ഡിസ്നി വേൾഡിലേക്ക് പോകാനാണ് ഞാൻ ടിക്കറ്റ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഡ്രൈവർ പറഞ്ഞു, ആ കൗണ്ടറിലെ പെൺകുട്ടിയുടെ അടുത്ത് ചെല്ലുക, അവർ നിങ്ങൾക്ക് ഡിസ്നി വേൾഡിലേക്ക് പോകാനുള്ള സംവിധാനങ്ങളൊക്കെ ഒരുക്കിത്തരും. ഞാൻ അവിടെ ചെന്നു. അപ്പോൾ എൻ്റെ ടിക്കറ്റ് കാണിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, നിങ്ങൾ ഒരു 6-7 പേരുണ്ട്, അവിടെ ഒന്ന് വെയിറ്റ് ചെയ്യൂ. അങ്ങനെ കുറച്ച് നേരം കാത്തു നിന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു വാൻ വന്നു. ആ വാനിലേക്ക് ഞങ്ങൾ 8 പേരെ വിളിച്ച് കയറ്റി. ഞങ്ങളിനി ഡിസ്നിയുടെ മാജിക് കിങ്ഡം എന്ന് പറയുന്ന ഭാഗത്തേക്കാണ് പോകുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഡിസ്നി വേൾഡ് എന്ന് പറയുന്നത് ഏതാണ്ട് 27,000 ഏക്കർ സ്ഥലത്ത് പരന്നു കിടക്കുന്ന ഒരു സാമ്രാജ്യമാണ്. ഏതാണ്ട് ഒരു 150 സ്ക്വയർ കിലോമീറ്റർ, നമ്മുടെ ഒരു താലൂക്കിനേക്കാൾ വിസ്തൃതമായ പ്രദേശം. അതായത് ലോകത്തെ കുറേ രാജ്യങ്ങളെക്കാൾ കൂടുതൽ ഭൂവിസ്തൃതി ഈ ഡിസ്നി വേൾഡിന്, ഈ ഒർലാൻഡോയിലെ ഭൂമിക്ക് മാത്രമുണ്ടെന്ന് അർത്ഥം. അപ്പോൾ നമ്മൾ കുറേ ദൂരം ഓടിക്കഴിയുമ്പോഴത്തേക്കും പിന്നെ പോകുന്നത് മുഴുവൻ ഡിസ്നിയുടെ പ്രോപ്പർട്ടിക്ക് അകത്തുകൂടിയാണ്. അതിനകത്തൂടെ ഒരു ഹൈവേ കൂടിയാണ് പോകുന്നത്. ഈ ഹൈവേ ഡിസ്നിയുടെ പ്രോപ്പർട്ടിക്ക് അകത്തൂടെയാണ് പോകുന്നത്. അങ്ങനെ അതിലൂടെ ഓടി ഒരു വലിയ പാർക്കിംഗ് ഏരിയയിൽ പോയി വണ്ടി നിന്നു. ആ പാർക്കിംഗ് ഏരിയ എന്ന് പറയുന്നത് ഏകദേശം 30,000 കാറുകൾക്ക് പാർക്ക് ചെയ്യാവുന്ന വലിയൊരു പാർക്കിംഗ് ഏരിയ. ഈ പാർക്കിംഗ് ഏരിയയുടെ ഒരു ഭാഗത്ത് നിന്ന് മെയിൻ ബിൽഡിങ്ങിലേക്ക് പോകാനും മെയിൻ ബിൽഡിങ്ങിൽ അല്ലെങ്കിൽ ടിക്കറ്റിംഗ് സെൻറ്ററിൽ നിന്ന് ഈ പാർക്കിങ്ങിലേക്ക് നമ്മളെ തിരിച്ചു കൊണ്ടുപോയാക്കാനും ട്രാമുകൾ ഓടുന്നുണ്ട്, ട്രോളി വണ്ടികൾ ഓടുന്നുണ്ട്. അതായത് നടന്ന് നിങ്ങൾക്ക് പാർക്കിങ്ങിൻ്റെ എല്ലാ ഏരിയയിലേക്കും പോകാൻ പറ്റില്ല എന്ന് ചുരുക്കം. നമ്മൾ കയറി ചെല്ലുമ്പോൾ നമ്മുടെ സെക്യൂരിറ്റി പരിശോധനയുണ്ട്. മെറ്റൽ ഡിറ്റക്ടറിനകത്തൂടെ കടത്തിവിടും. നമ്മുടെ ബാഗൊക്കെ ഉണ്ടെങ്കിൽ അതും എക്സ്റേ പരിശോധനയ്ക്ക് വിധേയമാക്കും. കൂടാതെ നമ്മുടെ ടിക്കറ്റ് സ്കാൻ ചെയ്യും. അപ്പോൾ നമ്മുടെ മുമ്പിലുള്ളവരൊക്കെ ഇങ്ങനെ കടന്ന് പോകുമ്പം ഞാൻ ചങ്കിടിപ്പോടെ ഇരിക്കുകയാണ്. അടുത്തത് എൻ്റേതാണ്, എന്നെ പിടിക്കാൻ പോവുകയാണ്. തന്നെ ഒരിക്കൽ പുറത്താക്കിയതല്ലേ, വീണ്ടും അതിക്രമിച്ച് കയറാൻ വന്നിരിക്കുന്നു എന്ന് പറയുകയും 3-4 സെക്യൂരിറ്റി ഉദ്യോഗസ്ഥന്മാർ എൻ്റെ അടുത്തേക്ക് വരികയും അവരെൻ്റെ 2 കൈയിലും ബലമായിട്ട് പിടിക്കുകയും പിടികൂടിക്കൊണ്ട് അടുത്ത ഒരു കെട്ടിടത്തിനകത്തേക്ക് കൊണ്ടുപോവുകയും അവിടെ വെച്ച് എന്നെ ലോക്കൽ പോലീസിന് കൈമാറുകയും ഈ ഡിസ്നി പ്രോപ്പർട്ടികളിൽ നിന്ന് എക്കാലത്തേക്കുമായി പുറത്താക്കിയ ഞാൻ വീണ്ടും അനധികൃതമായി കടന്നു കയറുന്നതിൻ്റെ പേരിൽ നിയമ നടപടികൾക്ക് വിധേയമാക്കുകയും ചെയ്യാൻ വേണ്ടി കൊണ്ടുപോകുന്ന ആ സീനൊക്കെ ഞാനിങ്ങനെ മനസ്സിൽ കണ്ടുകൊണ്ട് അങ്ങനെ നിൽക്കുകയാണ്. ഞാൻ എൻ്റെ ബാഗ് അതിനകത്ത് വെച്ചു. ആ ബാഗിനകത്ത് ക്യാമറയുണ്ട്. ആ ക്യാമറയും ബാഗും കൂടെ മറുവശത്ത് കടന്നു. എക്സ്റേ പരിശോധന കഴിഞ്ഞ് അപ്പുറത്ത് കടന്നു. ഞാൻ മെറ്റൽ ഡിറ്റക്ടറിനകത്തൂടെ കടന്നു. അതിനുശേഷം എൻ്റെ ടിക്കറ്റ് കൊടുത്തു. ടിക്കറ്റ് സ്കാൻ ചെയ്തു. അവർ വളരെ സന്തോഷത്തോടെ ഈ ഡിസ്നി വേൾഡിൽ അതിമനോഹരമായൊരു ദിവസം നിനക്കുണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. ആദ്യത്തെ കടമ്പ കഴിഞ്ഞു. എന്നെ ആരും പിടിച്ചില്ല, ഒരു ചോദ്യവും ചോദിച്ചില്ല, ആർക്കൊരു സംശയവുമില്ല. എൻ്റെ ക്യാമറയുടെ ബാഗും എടുത്ത് നടന്നു. അത് കഴിഞ്ഞ് ഞാൻ പയ്യെ ബാഗ് തുറന്ന് എൻ്റെ ക്യാമറ കയ്യിലെടുത്തിട്ട് ഞാൻ നടന്നു. കാരണം ഈ ക്യാമറ എൻ്റെ കയ്യിലുണ്ടെന്ന് എല്ലാവരും കണ്ടോട്ടെ, സെക്യൂരിറ്റി ഉദ്യോഗസ്ഥരുൾപ്പെടെ കാണട്ടെ. അവർ വേണ്ട എന്ന് പറയുകയാണെങ്കിൽ എനിക്ക് ബാഗിനകത്ത് തിരിച്ചു വെക്കാം. ഇനി ഞാൻ നിയമം ലംഘിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അങ്ങനെ നടന്ന് നമ്മൾ ചെല്ലുന്നത് ഇതിൻ്റെ ട്രാൻസ്പോർട്ടേഷൻ സെൻറ്ററിലേക്കാണ്. ഈ ട്രാൻസ്പോർട്ടേഷൻ സെൻറ്ററിൽ ബസ്സുകൾ പുറപ്പെടുന്നൊരു ഭാഗമുണ്ട്, മോണോ റെയിലുകൾ, അത് പീപ്പിൾ മൂവർ എന്നാണ് അറിയപ്പെടുന്നത്. ഈ മോണോ റെയിലുകൾ പോകുന്ന ഒരു സ്റ്റേഷനുണ്ട്. അതിനപ്പുറത്ത് ഒരു വലിയ തടാകമാണ്, വലിയൊരു ജലാശയമാണ്. 7 സീസ് ലഗൂൺ എന്നാണ് അറിയപ്പെടുന്നത്. വമ്പനൊരു തടാകം. അതിൻ്റെ മറുവശം അങ്ങ് അകലെയാണ് നമ്മൾ കാണുന്നത്.
ഇതിൻ്റെ ചുറ്റും, ഈ തടാകത്തിൻ്റെ ചുറ്റും നിരവധി റിസോർട്ടുകളൊക്കെ ഉണ്ട്. ഈ തടാകത്തിലൂടെ ഒരു ബോട്ടിൽ ക്രൂസ് ചെയ്ത് അതിൻ്റെ മറുവശത്താണ് മാജിക് കിങ്ഡം. അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ ബോട്ടിൽ തന്നെ പോകാം, കാരണം അത് വ്യത്യസ്തമായൊരു കാഴ്ചയാകും. ഈ റിസോർട്ടുകളൊക്കെ ഷൂട്ട് ചെയ്യാം. ഈ മോണോറയിൽ പണ്ട് പോയാണല്ലോ നമ്മളെ പിടികൂടിയത്. ഇനി ആ റിസ്ക് എടുക്കണ്ട, അവിടെ ഇനിയും പിടിച്ചാലോ. ഏതായാലും ആ ബോട്ട് കാത്തു നിന്നു. ഇത്തിരി കഴിഞ്ഞപ്പോഴത്തേക്കും വമ്പനൊരു ബോട്ട് വന്നു. ആ ബോട്ട് ഏതാണ്ട് 300 പേർക്ക് കയറാവുന്ന ബോട്ടാണ്. ഇത്തരത്തിൽ 3 ഫെറി ബോട്ടുകളാണ് ഈ തടാകത്തിലൂടെ നിരന്തര സർവീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. രാവിലെ 9 മണി മുതൽ രാത്രി 10 മണി വരെ ഈ സർവീസ് നടത്തിക്കൊണ്ടിരിക്കുക ഈ ബോട്ടുകൾ. ഞാൻ എൻ്റെ അപ്പർ ഡെക്കിൽ തന്നെ കയറിയിരുന്നു. എന്നിട്ട് ബോട്ട് യാത്ര തുടങ്ങി മറുകരയിലേക്ക് പോവുകയാണ്. പോകുമ്പം പോളിനേഷ്യൻ വില്ലേജ് എന്നൊക്കെ പറഞ്ഞ ഇവരുടെ റിസോർട്ടുകൾ കാണാം. ഞാൻ പറഞ്ഞല്ലോ, ഈ 27,000 ഏക്കർ സ്ഥലത്ത് ഈ അമ്യൂസ്മെൻറ്റ് പാർക്കുകളും തീം പാർക്കുകളും മാത്രമല്ല ഉള്ളത്. അവിടെ നിരവധി ഹോട്ടലുകളും റിസോർട്ടുകളുണ്ട്. ഏതാണ്ട് 30,000-ലേറെ ഹോട്ടൽ മുറികൾ വിവിധ റിസോർട്ടുകളായി ഡിസ്നിക്ക് മാത്രം ഈ ഒർലാൻഡോയിലെ ഈ വാൾട്ട് ഡിസ്നി വേൾഡിനകത്തുണ്ട്. അതായത് ഏതാണ്ട് 10,000-60,000 ആളുകൾക്ക് വേണമെങ്കിൽ ഓരോ രാത്രിയും അവിടെ താമസിക്കാം. എന്നെപ്പോലെ രാവിലെ വന്ന് വൈകിട്ട് പോകാൻ വരുന്നവരല്ല ഡിസ്നി വേൾഡിലെ ടൂറിസ്റ്റുകൾ. അമേരിക്കയുടെ പല ഭാഗത്തുനിന്നും കാനഡയിൽ നിന്നും ലോകത്തിൻ്റെ പല ഭാഗത്തുനിന്നും ഒക്കെ വരുന്ന ടൂറിസ്റ്റുകൾ ചിലരെങ്കിലും ഏതാണ്ട് ഒരാഴ്ചയോളം അവിടെ താമസിക്കും. എന്നിട്ട് ഓരോ ദിവസവും ഓരോ പ്രോപ്പർട്ടിയിലേക്ക് പോകും. മാജിക് കിങ്ഡത്തിലേക്കായിരിക്കും ഒരു ദിവസം പോവുക, വേറൊരു ദിവസം ആനിമൽ കിങ്ഡത്തിലേക്കായിരിക്കും പോവുക, വേറൊരു ദിവസം എപ്കോട്ട് സെൻറ്ററിലേക്കായിരിക്കാം, ചില ദിവസം റിസോർട്ടിൽ വെറുതെ വിശ്രമിക്കുകയായിരിക്കും, ഈ കായൽ തീരത്തെ റിസോർട്ടിൽ വിശ്രമിക്കുകയായിരിക്കാം. ഒരു വർഷം 2.5 കോടി ജനങ്ങളാണ് ഈ ഡിസ്നി വേൾഡ് സന്ദർശിക്കുന്നത്. എന്ന് വെച്ചാൽ കേരളത്തിൽ 3.5 കോടി ജനങ്ങളെ ആകപ്പാടേ ഉള്ളൂ എന്ന് ഓർക്കണം. അതിൽ 2.5 കോടി ജനങ്ങൾ സന്ദർശിക്കുന്ന ഒരു അമ്യൂസ്മെൻറ്റ് തീം പാർക്കാണിത്. വേറൊരു കാര്യം അറിയോ, ഇതിനകത്തേക്ക് ഒരു ദിവസത്തേക്ക് ഈ മാജിക് കിങ്ഡത്തിൽ കയറി ഇറങ്ങി വരണമെങ്കിൽ 10,000 രൂപയുടെ ടിക്കറ്റ് എടുക്കണം ഒരാൾ. അപ്പോൾ ഒരാഴ്ചത്തേക്കൊക്കെയുള്ള ടിക്കറ്റ് ആകുമ്പോൾ അതിൻ്റെ നിരക്കൊന്ന് ചിന്തിച്ച് നോക്കൂ. വേണ്ട, ഒരു ദിവസത്തേക്ക് മാത്രം വരുന്ന ആളുകൾ ഏതാണ്ട് 70,000-80,000 ആളുകൾ വരുന്നുണ്ടെങ്കിൽ ഒരു ദിവസം അവിടെ വന്ന് വീഴുന്ന പണം എത്രയാണ്? ഒരു വർഷം 2.5 കോടി ജനങ്ങളെ വന്നിറങ്ങുന്നതെങ്കിൽ അതിലൂടെ അവിടേക്ക് എത്തുന്ന പണം എത്രയാണ്? അങ്ങനെ ഈ ബോട്ട് ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഈ പറഞ്ഞ പോളിനേഷ്യൻ വില്ലേജ് എന്നൊക്കെ പറഞ്ഞ റിസോർട്ടുകളൊക്കെ കാണുന്നുണ്ട്. അതൊക്കെ ഷൂട്ട് ചെയ്യുന്നുണ്ട്. അതൊക്കെ വളരെ തീമാറ്റിക്കായിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതൊക്കെ 5 സ്റ്റാർ നിലവാരമുള്ളതാണ്. അതൊക്കെ കായലിലേക്ക് ഇറങ്ങി തൂണുകളിൽ നാട്ടി നിർത്തിയിരിക്കുന്ന കോട്ടേജുകളൊക്കെ കാണാം. അതുകൂടാതെ അതിൻ്റെ മറുവശത്ത് വേറെയും റിസോർട്ടുകളുണ്ട്. ഫ്ലോറീഡിയൻ എന്നൊക്കെ പറയുന്ന വേറെ റിസോർട്ടുകൾ പോകുന്ന വഴിക്ക് വേറെ കാണാം. അങ്ങനെ ഇതുകൂട്ട് 1-2 അല്ല, 10-50 ഇത്തരം വമ്പൻ റിസോർട്ടുകൾ ഈ ഡിസ്നിയുടെ പ്രോപ്പർട്ടിക്കകത്ത് തന്നെയുണ്ട്. ഈ പോളിനേഷ്യൻ വില്ലേജ് എന്ന് പറയുന്ന റിസോർട്ടുണ്ടല്ലോ, അതിനകത്ത് ഏതാണ്ട് 360 വില്ലകളുണ്ട്. ഒരു വില്ലയിലെ ഒരു രാത്രി താമസത്തിന് $555 അക്കാലത്തെ വാടക. ഏറ്റവും ബേസ് ലെവലുള്ളതിനാണ്. എന്നാൽ ഏറ്റവും വില കൂടിയ വില്ലകൾക്ക് $4,500 വരെയാണ് നിരക്ക്. ഈ അമ്യൂസ്മെൻറ്റ് പാർക്കിലേക്ക് കയറാനുള്ള ടിക്കറ്റ് എടുത്ത വരുമാനം മാത്രമല്ല ഇവരുടെ വരുമാനം. ഈ റിസോർട്ടുകളിലെ 35,000 മുറികൾക്ക് ഓരോ രാത്രിക്കും കിട്ടുന്നത് ഏറ്റവും ചുരുങ്ങിയത് $500 വെച്ച് ഒരു മുറിക്ക് കിട്ടുമെന്നുണ്ടെങ്കിൽ അതിൻ്റെ വരുമാനം ഒന്ന് കൂട്ടി നിൽക്കുക. ടിക്കറ്റിൻ്റെ പൈസയുടെ ഒരു പല മടങ്ങ് ആളുകൾ ഇവിടുന്ന് ഷോപ്പിങ്ങിനും ഭക്ഷണം കഴിക്കാൻ വേണ്ടി ചിലവഴിക്കും. ഈ തടാകം ഡിസ്നി ഉണ്ടാക്കിയ തടാകമാണ്, ഓർക്കണം. 1960കളിൽ ഈ സ്ഥലം മേടിച്ച് കഴിഞ്ഞപ്പോൾ പല ഭാഗങ്ങളിലും ലാൻഡ്സ്കേപ്പ് ചെയ്യാൻ വേണ്ടി മണ്ണിട്ട് ഉയർത്തേണ്ടേക്ക് വന്നു. ചതുപ്പുകളൊക്കെ ഉള്ള സ്ഥലമായിരുന്നു. അതുകൊണ്ട് ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു ചതുപ്പിനെ വലിയൊരു തടാകമാക്കിയിട്ട് അവിടുന്ന് ഡ്രെഡ്ജ് ചെയ്തെടുത്ത മണ്ണിട്ടാണ് മറ്റു ഭാഗങ്ങളൊക്കെ ഉയർത്തിയെടുത്തത്. പക്ഷേ ഈ തടാകത്തിനകത്ത് ഇപ്പോൾ വന്യജീവികളൊക്കെ ഉണ്ട്. ചീങ്കണ്ണികൾ, പലതരം പാമ്പുകൾ, ധാരാളം പക്ഷികളുടെ ഒരു ആവാസ കേന്ദ്രം കൂടിയാണിത്. ഒരിക്കലും ഈ അടുത്ത കാലത്ത് വലിയൊരു അപകടം അവിടെ ഉണ്ടായി. ഈ തടാകത്തിലിറങ്ങിയ ഒരു കുട്ടിയെ ചീങ്കണ്ണി പിടിക്കുകയുണ്ടായി. പിന്നീട് ആ കുട്ടിയുടെ ശരീരാവശിഷ്ടങ്ങളൊക്കെ പിന്നെ കിട്ടിയുള്ളൂ. അങ്ങനെ മറുവശത്ത് ചെല്ലുന്നു. അവിടുന്ന് ഇറങ്ങി ചെല്ലുന്നത് നമ്മൾ വീണ്ടും ഒരു പരിശോധനാ കേന്ദ്രത്തിലേക്കാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് പരിശോധിച്ച് എന്നെ പിടിച്ചിട്ട് അടങ്ങുള്ളൂ. അവിടെ സെക്യൂരിറ്റി പരിശോധന മേടിക്കുമ്പോൾ ഞാൻ ഒരു തന്ത്രം പ്രയോഗിക്കാൻ തീരുമാനിച്ചു. ക്യാമറ ബാഗിനകത്ത് വെക്കുന്നില്ല. ക്യാമറ ഞാൻ കൈ പിടിച്ചുകൊണ്ട് തന്നെ നിൽക്കും. അപ്പോൾ ഈ സെക്യൂരിറ്റിക്ക് ക്യാമറ അനുവദിക്കില്ലെങ്കിൽ അവർ പറയാമല്ലോ, ശരി ഇവിടെ ക്യാമറ അനുവദിക്കില്ല. അപ്പോൾ ഈ ക്യാമറയെ ഇവർ മൈൻഡ് ചെയ്തിട്ടേ ഇല്ല. ഉടനെ ഞാൻ ആ സെക്യൂരിറ്റി ഉദ്യോഗസ്ഥനോട് ചോദിച്ചു, ഇതിനകത്ത് എനിക്ക് വീഡിയോഗ്രാഫി ചെയ്യുന്നതിന് കുഴപ്പമുണ്ടോ? അയാൾ പറഞ്ഞു എടുത്തോളാൻ പറഞ്ഞു. എനിക്ക് പകുതി സന്തോഷമായി. പക്ഷേ ഒരു പ്രശ്നം നിൽപ്പുണ്ട്. ഞാൻ ഈ പ്രോപ്പർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട ആളാണ്. ഏത് നിമിഷം വേണമെങ്കിലും എന്നെ തേടി കഴിഞ്ഞ തവണ വന്നതുപോലെ ഒരു സെക്യൂരിറ്റി വരാം. താങ്കളല്ലേ മിസ്റ്റർ ജോർജ്, താങ്കളെ ഞങ്ങൾ പുറത്താക്കിയതല്ലേ എന്ന ചോദ്യവുമായിട്ട് ഒരുത്തനെ എപ്പോഴേലും വരും. അതുണ്ടാവും. അത് പ്രതീക്ഷിച്ചാണ് ഞാനിങ്ങനെ നടക്കുന്നത്. ഈ സെക്യൂരിറ്റി പരിശോധനയൊക്കെ കഴിഞ്ഞ് നമ്മൾ ചെന്നിറങ്ങുന്നത് ടൗൺ സ്ക്വയർ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ്. ഈ ടൗൺ സ്ക്വയറാണ് മാജിക് കിങ്ഡത്തിൻ്റെ എൻട്രൻസ് എന്ന് വേണേൽ പറയാം. ആ ടൗൺ സ്ക്വയറിന് ചുറ്റുമായിട്ട് 2 നിലയുള്ള കുറേ കെട്ടിടങ്ങളാണ്. ഈ കെട്ടിടങ്ങളുടെ എല്ലാം തീം 1800കളിലെ അമേരിക്കയിലെ ഒരു കോളനി, ഒരു പട്ടണം എങ്ങനെയായിരിക്കും ആ മട്ടിലാണ്. അതേ ശൈലിയിലുള്ള കെട്ടിടങ്ങൾ. ഈ കെട്ടിടങ്ങളുടെ നടു വലിയൊരു സ്ക്വയറാണ്. അവിടെയാണ് ആളുകളെല്ലാം കൂടെ ഒത്തുചേരുന്നത്.
ഈ സ്ക്വയറിൽ നിന്ന് നേരെ ഒരു പാത നീണ്ടു പോകുന്നുണ്ട്. ആ പാതയുടെ പേര് മെയിൻ സ്ട്രീറ്റ് USA എന്നാണ്. ഈ മെയിൻ സ്ട്രീറ്റ് USA ഏതാണ്ട് ഒരു 1.25 കിലോമീറ്റർ അങ്ങ് നേരെ അങ്ങ് പോവുകയാണ്. അത് അങ്ങേറ്റത്ത് ചെല്ലുന്നത് നമ്മൾ ഡിസ്നി വേൾഡ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ആ ഒരു ക്യാസിലുണ്ടല്ലോ, സിൻഡ്രല്ല ക്യാസിൽ, ആ സിൻഡ്രല്ല ക്യാസിൻ്റെ മുമ്പിലെ ഒരു സ്ക്വയറിലേക്കാണ് ചെല്ലുന്നത്. അവിടം വരെ നേർരേഖ പോലെ ഈ സ്ട്രീറ്റാണ് മെയിൻ സ്ട്രീറ്റ് USA. ഈ മെയിൻ സ്ട്രീറ്റ് USAയുടെയും 2 വശങ്ങളിലും ഈ 2 നിലയുള്ള ക്ലാസിക് മന്ദിരങ്ങൾ, 1800-കളിലെ കെട്ടിടങ്ങളെ പോലെ തന്നെ പണിത് വെച്ചിരിക്കുന്ന, അല്ലെങ്കിൽ 1800-കളിലെ ഒരു നഗരത്തിൽ ചെന്നിറങ്ങിയതുപോലെയാണ്. കളർഫുള്ളായ കെട്ടിടങ്ങളാണ്, ബ്യൂട്ടിഫുള്ളായിട്ട് ഒരുക്കി വെച്ചിരിക്കുന്ന കെട്ടിടങ്ങളാണ്. ടൗൺ സ്ക്വയറിലെ പ്രധാന കെട്ടിടം എന്ന് പറയുന്നത് ടൗൺ സ്ക്വയർ തിയേറ്റർ എന്ന് പറഞ്ഞ വലിയൊരു തിയേറ്ററാണ്. അവിടെ എല്ലാ സമയത്തും അവിടെ ഷോകൾ നടന്നുകൊണ്ടിരിക്കുക, സ്റ്റേജ് പെർഫോമൻസുകൾ നടന്നുകൊണ്ടിരിക്കുക. ഇതിനകത്ത് റൈഡുകളും തലകുത്തി മറിയലും മാത്രമല്ല, അല്ലെങ്കിൽ ബോട്ട് യാത്രകൾ, ട്രെയിൻ യാത്രകൾ, ഇങ്ങനെയുള്ള സാധനങ്ങൾ മാത്രമല്ല, പെർഫോമൻസുകളും കലാപരിപാടികളുമാണ് ഏറ്റവും കൂടുതലുള്ളത്. അതാണ് നമ്മളെ കൊതിപ്പിക്കുക, അത്ഭുതപ്പെടുത്തുകയും ചെയ്യുന്നത്. ഡിസ്നിയുടെ കാലത്തുണ്ടായിരുന്ന കാർട്ടൂൺ കഥാപാത്രങ്ങൾ മുതൽ ഇന്നത്തെ കാലത്തെ പൈറേറ്റ്സ് ഓഫ് കരീബിയൻ പോലുള്ള സിനിമകൾ വരെ ഡിസ്നി പ്രൊഡക്ഷൻസിൻ്റെയാണ്. അപ്പോൾ ഡിസ്നിയുടെ പല കാലത്തിറങ്ങിയ സിനിമകളെ തീമാക്കിക്കൊണ്ടുള്ള നിരവധി ഷോകൾ നടക്കുന്നു. പല കഥകളിലെ, പല സിനിമകളിലെ ഒക്കെ കഥാപാത്രങ്ങളെല്ലാം പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഗംഭീരമായ സ്റ്റേജ് ഷോകൾ നടക്കുന്നു, കരിമരുന്ന് കലാപ്രകടനങ്ങൾ നടക്കുന്നു. ഇങ്ങനെ ഒരു ഉത്സവപ്പറമ്പിലേക്ക്, എല്ലാ ദിവസവും ഉത്സവം നടക്കുന്ന ഒരു രാജ്യത്തേക്ക് ചെന്നിറങ്ങിയതുപോലെയാണ്. ഈ മെയിൻ സ്ട്രീറ്റ് USA എന്ന് പറഞ്ഞ സ്ട്രീറ്റിലൂടെ ജനമങ്ങ് ഒഴുകുകയാണ്, നിറഞ്ഞൊഴുകുക, ആയിരങ്ങളാണ്. അതിനിടയ്ക്ക് കൂടെ നമ്മൾ ഇടിച്ചിടിച്ചാണ് പോകുന്നത്. അങ്ങനെ നടന്ന് നമ്മൾ ഈ സിൻഡ്രല്ല ക്യാസിൻ്റെ മുമ്പിലെത്തുന്നു. ഈ സിൻഡ്രല്ല ക്യാസിൻ്റെ മുൻഭാഗം സെൻട്രൽ പ്ലാസ എന്നറിയപ്പെടുന്നത് വലിയൊരു സ്ക്വയറാണ്. ഈ സിൻഡ്രല്ല ക്യാസിൻ്റെ നേരെ മുന്നിലൊരു വലിയ സ്റ്റേജുണ്ട്. ഈ സ്റ്റേജിൽ 10:30, 11:30, 1 മണി, 2 മണി, 4:15 ഇങ്ങനെ ഇത്രയും സമയങ്ങളിൽ അവിടെ ഒരു സ്റ്റേജിൽ അരമണിക്കൂറുള്ളൊരു ഷോ നടക്കും. ഒരു ഗംഭീര ഷോയാണ്. ബാക്കി എന്ത് മിസ് ചെയ്താലും ഇത് മിസ് ചെയ്യാൻ പാടില്ല. അത്ര ഗംഭീരമായ പെർഫെക്ഷനുള്ളൊരു സ്റ്റേജ് ഷോ. അപ്പോൾ അത് കാണാൻ വേണ്ടി ഇതേ സമയങ്ങളിലെല്ലാം ഈ സ്ക്വയറിൽ, ഈ സെൻട്രൽ പ്ലാസയിൽ ആളുകൾ വന്ന് കൂടും. അതിനു മുമ്പ് ഞാൻ അങ്ങ് നടന്ന് ആ സെൻട്രൽ പ്ലാസയിലേക്ക് എത്തുമ്പോൾ സെക്യൂരിറ്റി ഗാർഡ്സ് വരുന്നു. സെക്യൂരിറ്റി എല്ലാവരെയും 2 സൈഡിലേക്കും, സ്ട്രീറ്റിൻ്റെ 2 സൈഡിലേക്കും വകഞ്ഞ് മാറ്റി നിർത്തുന്നു. ഇതെന്താ സംഭവം എന്ന് മനസ്സിലായില്ല. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു ബാൻഡ്, മ്യൂസിക് ഒക്കെ ആയിട്ട് ഒരു പരേഡ് കടന്നു വരികയാണ്. നമ്മൾ ലോകത്ത് പരേഡുകൾ പലതും കണ്ടിട്ടുണ്ടാവാം, പക്ഷേ പെർഫെക്ഷൻ എന്ന് പറയുന്ന സാധനം, അതിലെ കലാകാരന്മാരുടെ മുഖത്തെ മേക്കപ്പ് മുതൽ അവർ ധരിച്ചിരിക്കുന്ന വസ്ത്രം മുതൽ അതിനുവേണ്ടി അവർ ഫ്ലോട്ടുകൾ പലതും ഉണ്ടാക്കിയിരിക്കുന്നതിൻ്റെ കലാപൂർണത മുതൽ എല്ലാം നമ്മളെ അത്ഭുതപ്പെടുത്തും. ഡിസ്നിയുടെ കഥാപാത്രങ്ങളാണ് പലതും. വഴിയെ കൂടെ നടന്നു പോകുന്ന കഥാപാത്രങ്ങളുണ്ട്, വലിയ വാഹനങ്ങളിൽ യാത്ര ചെയ്യുന്നവരുണ്ട്, വമ്പൻ ബസ്സുകളിലും ട്രോളികളിലും യാത്ര ചെയ്യുന്നവരുണ്ട്. ഇങ്ങനെ സംഗീതവും നൃത്തവും വഴിയരികിൽ നിൽക്കുന്ന ആളുകളെ രസിപ്പിക്കുന്ന പ്രകടനങ്ങളും എല്ലാമായിട്ട് ഗംഭീരമായ ഒരു പരേഡാണ്. ഈ പരേഡ് ഡിസ്നിയുടെ പ്രോപ്പർട്ടിക്കകത്തൂടെ മുഴുവൻ, പ്രത്യേകിച്ച് ഈ മെയിൻ സ്ട്രീറ്റ് USAയുടെ തെരുവിലൂടെ ഇങ്ങനെ കടന്നു പോകും. അതിനകത്ത് ചിലതൊക്കെ ട്രോളിയിൽ കൂടെയാണ് ചില ഫ്ലോട്ടുകളൊക്കെ ഫിക്സ് ചെയ്തിരിക്കുന്നത്. ഈ പരേഡ് ഇങ്ങനെ കടന്നു പോകാൻ കുറേ സമയമെടുക്കും. വെറുതെ ഇങ്ങനെ നിൽക്കുകയല്ല, അവർ പെർഫോം ചെയ്യുക, നമ്മളെ വിഷ് ചെയ്യുകയാണ്, നമ്മളോട് കഥ പറയുകയാണ്, നമ്മളോട് പാട്ട് പാടി കേൾപ്പിക്കുകയാണ്, ഒപ്പം നമ്മുടെ കൂടെ വന്ന് ഡാൻസ് ചെയ്യുകയാണ്, നമ്മളെയും കൂടെ ഡാൻസ് ചെയ്യാൻ ക്ഷണിക്കുകയാണ്. വളരെ ഇൻട്രാക്റ്റീവാണ്. അപ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് ഇതിനകത്ത് എത്രയോ കലാകാരന്മാരുണ്ട്. 100 കണക്കിന് കലാകാരന്മാരെ പെർഫെക്ഷനോടുകൂടി പെർഫോം ചെയ്താണ് ഈ സ്ട്രീറ്റിൽ കൂടെ കടന്നു പോകുന്നത്. അപ്പോൾ അവർക്കുള്ള പരിശീലനം എത്രയായിരിക്കും. ഈ ഷോയൊക്കെ ഡിസൈൻ ചെയ്ത ഡയറക്ടർമാർ, കോസ്റ്റ്യൂമേഴ്സ്, മേക്കപ്പ്മാർ, ടെക്നീഷ്യന്മാർ, സാങ്കേതിക വിദഗ്ധർ, ഇലക്ട്രീഷ്യന്മാർ, എങ്ങനെ എത്രയെത്ര ആളുകൾ ചേർന്നാണ് ഇത്രയും വലിയൊരു കേന്ദ്രത്തിൽ ഇത്രയേറെ ആയിരക്കണക്കിന് ആളുകളെ രസിപ്പിക്കുന്ന ഒരു ഷോ ഒരുക്കണമെങ്കിൽ, അല്ലെങ്കിൽ ഒരു പരേഡ് ഒരുക്കണമെങ്കിൽ. ആ പരേഡ് അങ്ങ് കടന്നുപോയി. അപ്പോഴത്തേക്കും മണി 11:30 അപ്പോൾ എനിക്ക് മനസ്സിലായി അടുത്ത സിൻഡ്രല്ല കാസിലിൻ്റെ മുമ്പിലെ സ്റ്റേജിൽ കലാപരിപാടി തുടങ്ങേണ്ട സമയമായി. ഞാനങ്ങനെ ഒരു സ്ഥലത്ത് ഇത് കാണാവുന്നിടത്ത് കാത്തുനിൽപ്പായി. അപ്പോഴത്തേക്കും ഈ സ്റ്റേജിൽ പരിപാടികൾ ആരംഭിക്കുകയായി. മിക്കി മൗസും മിന്നി മൗസും ഡിസ്നിയുടെ വളരെ പ്രധാനപ്പെട്ട, ലോകം മുഴുവൻ ഏറ്റവും പ്രശസ്തമായ 2 കഥാപാത്രങ്ങളാണല്ലോ. ഇവർ വന്ന് ഇൻട്രൊഡക്ഷനൊക്കെ പറഞ്ഞ് ഓരോ സീനിനും ഇടവേളകൾ ഇവർ കയറി വരും. അത് കഴിഞ്ഞ് ഡിസ്നി സിനിമകളിലെ ഡൊണാൾഡ് ഡക്ക്, സ്നോ വൈറ്റ്, ഗൂഫി, ഇങ്ങനെ നിരവധി കഥാപാത്രങ്ങളും ജീവിത സന്ദർഭങ്ങളും സിനിമയിലെ സീനുകളും എല്ലാം ചേർത്ത് ഇതിൻ്റെ ഒരു പ്രധാന തീം എന്താണെന്നറിയോ? മോട്ടിവേഷനാണ്, ഇൻസ്പിറേഷനാണ്. നമ്മളിവിടെ വന്ന് ഈ ഷോയൊക്കെ കണ്ടു കഴിയുമ്പോഴത്തേക്കുണ്ടല്ലോ, എത്ര ഡിപ്രസ്ഡ് ആയിട്ടുള്ള ഒരാളാണെങ്കിലും, എത്ര നിരാശ ബാധിച്ച ഒരാളാണെങ്കിലും ജീവിക്കാൻ സ്വപ്നങ്ങൾ തന്നുവിടുന്ന ഒരു ഷോയാണ്. ഞാൻ ലോകത്ത് അങ്ങനെ ഒരു ഷോ കണ്ടിട്ടില്ല. ഡിസ്നിയുടെ ഏത് പ്രോപ്പർട്ടിയിലും ചെല്ലുമ്പോൾ എനിക്ക് കഴിഞ്ഞ തവണ ഉണ്ടായത് ഈ നേരെ വിരുദ്ധമായ അനുഭവമാണെങ്കിലും വളരെ പോസിറ്റീവായ എനർജി നൽകുന്ന ഒരു ഗംഭീര അനുഭവമാണ്. ആ ഷോ അതിഗംഭീരമെന്നല്ലാതെ കൂടുതലൊന്നും പറയാനില്ല. അതും 1/2 മണിക്കൂർ കഴിഞ്ഞു. അപ്പോഴത്തേക്കും മണി 12 ഈ സ്റ്റേജ് ഷോ കഴിയുന്നതോടുകൂടി
എല്ലാവരും പല വഴിക്ക് പെട്ടെന്ന് ചെതറിപ്പോകുന്നു. ഓരോരുത്തർ അടുത്ത ഷോയ്ക്ക് അല്ലെങ്കിൽ അടുത്ത പെർഫോമൻസിന് ഓടുകയാണ്. അത് പല സ്ഥലത്താണ്. ഈ മാജിക് കിങ്ഡം എന്ന് പറയുന്നതിനകത്ത് തന്നെ 20ഓളം വ്യത്യസ്തമായ പാർക്കുകളുണ്ട്. നമ്മുടെ വണ്ടർലാ എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു 10-20 പാർക്കുകൾ വേറെയുണ്ട്. വണ്ടർലായിലൊക്കെ നമുക്കറിയാം റൈഡുകളും ഒക്കെയാണ് കൂടുതൽ. ഇതല്ല, തീമാറ്റിക്കായിട്ട് കലാകാരന്മാർ പെർഫോം ചെയ്യുകയാണ്. അതിനോടൊപ്പം തന്നെ അപൂർവമായിട്ട് റൈഡുകളൊക്കെ ഉണ്ട്. പക്ഷേ റൈഡുകളും ഈ കറങ്ങുന്ന യന്ത്രമൊന്നും അല്ല ഇതിൻ്റെ തീം. ഇതിൻ്റെ പ്രധാന കാര്യം അവിടെ ഓരോ തീമിലുണ്ടാക്കിയിരിക്കുന്ന പട്ടണങ്ങൾ, ഗ്രാമങ്ങൾ ഒക്കെ പുനഃസൃഷ്ടിച്ചിരിക്കുക. ആ ഗ്രാമങ്ങളിൽ ആ ഗ്രാമത്തിലെ യഥാർത്ഥ മനുഷ്യർ, ഇപ്പോൾ ഉദാഹരണത്തിന് പോളിനേഷ്യൻ ഗ്രാമമാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ആഫ്രിക്കൻ ഗ്രാമമാണെങ്കിൽ, മാജിക് കാർപ്പറ്റ് ഓഫ് അലാദിൻ എന്ന് പറഞ്ഞൊരു പ്രദേശമുണ്ട്. അവിടെ അറബി തീമിലാണ്. സാൻസിബാറിൻ്റെ തീമിലുള്ള ഇതെന്ന് പറയുന്നത് കിഴക്കൻ ആഫ്രിക്കൻ തീമിലുള്ള ഗ്രാമമാണ്. അവിടുത്തെ കഥാപാത്രങ്ങൾ, അവിടുത്തെ ജീവിതം, അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു പ്ലേ അല്ലെങ്കിൽ ഒരു പെർഫോമൻസ്, ഒരു കലാപരിപാടി, ഇതൊക്കെയാണ് നടക്കുന്നത്. വേറൊരിടത്ത് ഒരു സ്ക്വയറിൽ പൈറേറ്റ്സ് ഓഫ് കരീബിയനിലെ ജാക്ക് സ്പാരോ കവലയിൽ നിന്ന് പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. പുള്ളി സാരോപദേശം പറഞ്ഞു കൊടുക്കുക ആളുകൾക്ക്. പുള്ളി കടൽക്കൊള്ളക്കാരനാണ്. കടൽക്കൊള്ളക്കാരൻ വഴിപോക്കർക്ക് സാരോപദേശം നൽകുന്ന പ്രസംഗം നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇങ്ങനെ കുട്ടികൾ മാത്രമല്ല, മുതിർന്നവരും വൃദ്ധരും ഒക്കെ ആസ്വദിക്കുന്ന, ഒരു സെക്കൻഡ് നമ്മളെ വെറുതെ വിടാത്ത രീതിയിൽ നമ്മളെ രസിപ്പിക്കുന്ന കേന്ദ്രങ്ങളാണ്. അത് ഓരോന്നും ഇങ്ങനെ നമ്മൾ നടന്നുകൊണ്ടിരിക്കണം. ഒരിടത്തല്ലിത്. ഇങ്ങനെ നടന്ന് മനോഹരമായ ഒരു സ്ക്വയർ കഴിയുന്നു. ആ സ്ക്വയറിന് ചുറ്റും റെസ്റ്റോറൻറ്റുകൾ, ഭക്ഷണം കഴിക്കാൻ, ഐസ്ക്രീം കഴിക്കാൻ, കാപ്പി കുടിക്കാൻ ഒക്കെയുള്ള സൗകര്യങ്ങൾ, സുവനീറുകൾ, ഡിസ്നിയുടെ പല കഥാപാത്രങ്ങളുടെ പാവകൾ എന്ന് വേണ്ട വാങ്ങാനുള്ള സാധനങ്ങളെല്ലാം. വീണ്ടും നടന്ന് നമ്മൾ ചെല്ലുന്നത് ഇത്തരത്തിലുള്ള ഒരു തീമിലുള്ള ഒരു ടൗൺഷിപ്പിലേക്കോ ഒരു ഗ്രാമത്തിലേക്കോ ആണ്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ വേറൊരിടത്ത് ടോം സോയർ, അഡ്വഞ്ചേഴ്സ് ഓഫ് ടോം സോയർ എന്ന് പറഞ്ഞൊരു ഐലൻഡുണ്ട്. ഈ ഐലൻഡ് എന്ന് പറയുന്നത് നമ്മൾ ലോകപ്രശസ്തമായ അഡ്വഞ്ചേഴ്സ് ഓഫ് ടോം സോയർ എന്ന് പറയുന്ന ആ നോവലിലെ കഥാപാത്രങ്ങൾ ജീവിച്ചിരുന്ന ഒരു ഐലൻഡിനെ പുനഃസൃഷ്ടിച്ചിരിക്കുക. നമുക്കതിനകത്തൂടെ നടക്കാം. അവിടെ ഒരു ബോട്ട് ജെട്ടിയുണ്ട്, അവിടെ ബോട്ടുകൾ വരുന്നുണ്ട്. ആ മിസിസിപ്പി നദിയിലൂടെ അന്ന് വന്ന ആ സ്റ്റീം ബോട്ടുകളുടെ മാതൃകയിൽ ബോട്ടുകളുണ്ട്. നമുക്കതിൽ കയറി യാത്ര ചെയ്യാം. അതിനാണ് ശരിക്കും പറഞ്ഞാൽ തീം പാർക്ക് എന്ന് പറയുന്നത്. ഓരോ തീമിലുള്ള പെർഫോമൻസുകൾ ഒരുക്കുകയും നമ്മളും അതിൻ്റെ ഭാഗമാകുകയും നമ്മൾ അവർക്കൊപ്പം നടക്കുകയും ചെയ്യുന്ന ഗംഭീര സംവിധാനങ്ങൾ എത്ര എണ്ണം ഉണ്ടെന്ന് എനിക്ക് തന്നെ ഇപ്പോൾ ഓർമ്മ കിട്ടുന്നില്ല. ഒരു 10-12 ഇത്തരം തീം പാർക്കുകളിലൂടെ, തീം പ്രദേശങ്ങളിലൂടെ ഞാൻ സഞ്ചരിച്ചു. അതെല്ലാം ചിത്രീകരിച്ചു. വാൾട്ട് ഡിസ്നി എന്ന് പറയുന്ന ഒരു പ്രതിഭാശാലി, അദ്ദേഹത്തിൻ്റെ ഭാവനയിൽ വിരിഞ്ഞതാണ് ഇത് മുഴുവൻ. അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ സഹോദരൻ, വാൾട്ട് ഡിസ്നിയുടെ സഹോദരൻ റോയ് ഡിസ്നിയും കൂടെ ചേർന്നാണ് ഇതെല്ലാം ഈ രൂപത്തിൽ ഡിസൈൻ ചെയ്തെടുത്തത്. പക്ഷേ അദ്ദേഹത്തെ സഹായിക്കാൻ ഏറ്റവും പ്രശസ്തരായ ഹോളിവുഡിലെ ആർട്ട് ഡയറക്ടർമാർ, കലാകാരന്മാരൊക്കെ അണിചേർന്നു. ഇദ്ദേഹം ഇങ്ങനെയൊരു പ്രോജക്റ്റ് ഉണ്ടാക്കുമ്പം ലോകത്തിലെ ഏറ്റവും വലിയൊരു അമ്യൂസ്മെൻറ്റ് തീം പാർക്കാണ് അദ്ദേഹം ഡിസൈൻ ചെയ്ത് സങ്കല്പിച്ചത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കണം, ഈ ഡിസ്നി എന്ന് പറയുന്ന ആളുടെ ജീവിതം തന്നെ ഒരു അത്ഭുതമാണ്. 16-ാം വയസ്സിൽ ദാരിദ്ര്യം കാരണം പള്ളിക്കൂടത്തിൽ പോക്ക് ഉപേക്ഷിച്ചൊരു മനുഷ്യൻ, അതിദാരിദ്ര്യത്തിൽ ജീവിച്ച് വളർന്നൊരു മനുഷ്യൻ, ഒരു സാധാരണ കർഷകൻ്റെ മകനായിട്ട് ജനിച്ചൊരു മനുഷ്യൻ, പത്രം വിറ്റ് ജീവിതം പുലർത്തിയിരുന്ന ഒരു പയ്യൻ. ആ പയ്യൻ പത്രം വിറ്റ് നടക്കുന്നതിനിടയിൽ പടങ്ങൾ വരയ്ക്കുമായിരുന്നു. കാർട്ടൂണുകൾ, അദ്ദേഹം വിറ്റിരുന്ന പത്രത്തിലെ കാർട്ടൂണുകളെ നോക്കി കാർട്ടൂണുകൾ വരയ്ക്കുമായിരുന്നു. പിന്നീട് അദ്ദേഹം ആംബുലൻസിൻ്റെ ഡ്രൈവറായി കുറേ കാലം ജോലി ചെയ്തു. ഒടുവിൽ കാർട്ടൂൺ വരയ്ക്കാനുള്ള കഴിവ് ഒരു പ്രാദേശിക പത്രക്കാർ നോട്ടീസ് ചെയ്ത് അദ്ദേഹത്തിന് ആ പത്രത്തിലെ ഒരു കാർട്ടൂൺ വരക്കാരനായി. പത്രത്തിലെ ഒരു കോളം കാർട്ടൂൺ വരയ്ക്കുന്ന ജോലിക്കാരനായിട്ട് തുടരുകയല്ല ചെയ്തേ, വലിയ സ്വപ്നങ്ങൾ അയാൾ കാണാൻ തുടങ്ങി. സിനിമയിൽ കാർട്ടൂണുകളുടെ സാധ്യത അയാൾ കണ്ടെത്തി. മിക്കി മൗസും മിന്നി മൗസും ഡൊണാൾഡ് ഡക്കും പ്ലൂട്ടോയും ഇങ്ങനെ നിരവധി കഥാപാത്രങ്ങളിലൂടെ പിന്നെ ലോകം ആ മനുഷ്യൻ്റെ കഥാപാത്രങ്ങളെയും സിനിമകളെയും ഏറ്റെടുക്കുന്നതാണ് കണ്ടത്. ലോക ക്ലാസിക്കുകൾ, സാഹിത്യ സൃഷ്ടികൾ പലതും കാർട്ടൂൺ കഥകളായി, സിനിമകളായി ജനിച്ചു. അങ്ങനെ പ്രതിസന്ധികളില്ലാതെയല്ല, എത്രയോ പ്രതിസന്ധികളെ അതിജീവിച്ച് വലിയൊരു സ്വപ്നം കണ്ട് ആ മനുഷ്യൻ ഉണ്ടാക്കിയൊരു സാമ്രാജ്യമാണ് ഡിസ്നി എന്ന് പറയുന്ന സാമ്രാജ്യം. ഡിസ്നിക്ക് ഇന്ന് റിസോർട്ടുകൾ, ഹോട്ടലുകൾ, ക്രൂസ് ഷിപ്പുകൾ, ടെലിവിഷൻ ചാനലുകൾ, ഇന്ത്യയിൽ പോലും നമുക്കറിയാമല്ലോ ഡിസ്നി ഹോട്ട്സ്റ്റാർ എന്നൊക്കെ നമ്മൾ കേൾക്കുന്ന ആ ലോകം മുഴുവനുള്ള മാധ്യമ വ്യവസായം മുതൽ ഹോളിവുഡിലെ ഏറ്റവും പ്രശസ്തമായ പ്രൊഡക്ഷൻ ഹൗസാണ് ഇന്ന് ഡിസ്നി. അതുപോലെ തന്നെ ഡിസ്നിക്ക് ക്രൂസ് ഷിപ്പുകളുണ്ട്, എത്രയോ ക്രൂസ് ഷിപ്പുകൾ. ഡിസ്നി എന്ന് പറഞ്ഞിട്ട് 5000-6000 പേര് ആളുകളുമായിട്ട് നിരന്തരം ലോകം ചുറ്റുന്ന ഡിസ്നിയുടെ ഗംഭീരം ആഡംബരത്വം നിറഞ്ഞ ക്രൂസ് ഷിപ്പുകൾ. അങ്ങനെ വമ്പൻ ഒരു സാമ്രാജ്യം. അത് മുഴുവൻ എൻ്റർടൈൻമെൻറ്റിനെ, മനുഷ്യനെ രസിപ്പിക്കുന്ന, മനുഷ്യനെ സന്തോഷിപ്പിക്കുന്ന, മനുഷ്യനെ ആഹ്ലാദിപ്പിക്കുന്ന ഒരു വ്യവസായത്തിൻ്റെ തലതൊട്ടപ്പനായി ആ മനുഷ്യൻ മാറി. പക്ഷേ ഈ ഒർലാൻഡോയിലെ ഡിസ്നി വേൾഡ് യാഥാർത്ഥ്യമാകുന്നതിന് മുമ്പ് 1960കളുടെ അവസാനം തന്നെ ലങ് ക്യാൻസർ വന്ന മനുഷ്യൻ മരിച്ചു.
പിന്നീട് ഇത് പൂർണ്ണതോതിൽ നടപ്പാകുന്നത് കാണാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. അദ്ദേഹത്തിൻ്റെ സഹോദരൻ റോയ് ഡിസ്നിയാണ് പിന്നെ അത് പൂർത്തിയാക്കിയതും പിന്നീട് 1971 ഇത് ഉദ്ഘാടനം ചെയ്യുമ്പോൾ ഇത് പ്രവർത്തനം തുടങ്ങുമ്പോൾ ഉണ്ടായിരുന്നതും. എനിക്കൊക്കെ ഈ ക്യാമറയുമായിട്ട് ഇതിലൂടെ നടക്കുമ്പോൾ ദൃശ്യങ്ങൾ പകർത്തുക മാത്രമല്ല, എന്തെങ്കിലുമൊക്കെ ചെയ്യണം, എന്തെങ്കിലുമൊക്കെ വ്യത്യസ്തമായി ചെയ്യണം, എന്തെങ്കിലുമൊക്കെ അത്ഭുതങ്ങൾ ചെയ്യണം. ഈ വാൾട്ട് ഡിസ്നിയെ പോലെ അവിടെ വന്നിറങ്ങുന്ന ഒരു കുട്ടി ഒരു ദിവസമെങ്കിലും ഈ ഡിസ്നി വേൾഡിലെ മാജിക് കിങ്ഡത്തിലൂടെ സഞ്ചരിച്ച് ഒരു കുട്ടിയും അവൻ മരിക്കുവോളം ഡിസ്നി എന്ന വാക്ക് മറക്കില്ല, ഡിസ്നി എന്ന പേര് മറക്കില്ല, ഡിസ്നി വേൾഡിനെ മറക്കില്ല, വാൾട്ട് ഡിസ്നിയെ മറക്കില്ല. അത്ര അത്ഭുതങ്ങളാണ്. ഒരൊറ്റ ദിവസം കൊണ്ട് നിങ്ങളുടെ ചിന്തയെ മാറ്റിക്കളയും, നിങ്ങളുടെ വീക്ഷണം മാറ്റിക്കളയും, നിങ്ങളുടെ ജീവിതത്തിൻ്റെ നൈരാശ്യമെല്ലാം മാറ്റി നിങ്ങളിൽ വലിയൊരു പ്രചോദനം തരും. അതാണ് വാൾട്ട് ഡിസ്നി. നമ്മളിനി നടന്നു പോകുമ്പോൾ കുറേയേറെ പാർക്കുകളിലേക്ക് പോകാനുണ്ട്. ഈ മാജിക് കിങ്ഡത്തിനകത്ത് തന്നെയുള്ള നിരവധി പാർക്കുകൾ നടന്ന് നമ്മൾ പോകണം. സ്റ്റോറി ബുക്ക് സർക്കസ് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, എൻചാൻറ്റഡ് ഫോറസ്റ്റ് എന്ന് പറയുന്ന സ്ഥലമുണ്ട്, ടുമാറോ ലാൻഡുണ്ട്, അഡ്വഞ്ചർ ലാൻഡുണ്ട്, അതുപോലെ തന്നെ പൈറേറ്റ്സ് ഓഫ് കരീബിയൻ്റെ തീമിലുള്ളതുണ്ട്, ടോം സോയേഴ്സ് ഐലൻഡ് ഉണ്ട്, ബിഗ് തണ്ടർ മൗണ്ടൻ ഉണ്ട്, ഫ്രോണ്ടിയർ റെയിൽവേ ഉണ്ട്. ഇങ്ങനെ ഏതാണ്ട് 20-ലേറെ തീമിലുള്ള പാർക്കുകൾ ഈ മാജിക് കിങ്ഡത്തിനകത്ത് തന്നെയുണ്ട്. ഇത് മുഴുവൻ ഒരു ദിവസം കൊണ്ട് ആരെക്കൊണ്ട് കണ്ടു തീർക്കാൻ പറ്റും? അങ്ങനെ നടന്ന് ഞാൻ ലിബർട്ടി സ്ക്വയർ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് എത്തി. ഈ ലിബർട്ടി സ്ക്വയറിന് ചുറ്റുമുള്ള ടൗൺ ഭാഗം ആഭ്യന്തര യുദ്ധം അമേരിക്കയിൽ നടന്ന കാലഘട്ടത്തിൽ 1850-60 കാലഘട്ടത്തിലെ അമേരിക്കയുടെ ഒരു നഗരത്തിൽ അല്ലെങ്കിൽ ഒരു ചെറു പട്ടണത്തിൽ നമ്മൾ ചെന്ന പോലെയാണ് തോന്നുക. അതുപോലെയാണ് ആ കെട്ടിടങ്ങളെല്ലാം പണിത് വെച്ചിരിക്കുന്നത്. അവിടെ എല്ലാം ജനങ്ങളുണ്ട്. ഏതാണ്ട് ആ വേഷത്തിൽ നിൽക്കുന്ന പരിചാരകനാണ് അവിടുത്തെ റെസ്റ്റോറൻറ്റുകളിലും അവിടുത്തെ കഫേകളിലും അവിടുത്തെ സ്ഥാപനങ്ങളിലൊക്കെ നിൽക്കുന്നത്. ഞാൻ ആലോചിക്കും, ഇവിടെ എത്രയായിരം ആളുകൾ ജോലി ചെയ്യുന്നുണ്ട് ഒരു ദിവസം. ഈ പെർഫോമൻസ് നടന്ന കലാകാരന്മാർ തന്നെ ഒരു 10,000-4,000 പേര് വരും. അവരുടെ സപ്പോർട്ടിംഗ് സ്റ്റാഫായിട്ട് മേക്കപ്പ്, കോസ്റ്റ്യൂം ചെയ്യുന്നതൊക്കെ ഞാനീ മുമ്പേ പറഞ്ഞ ഓരോ ഷോയും ഉണ്ടല്ലോ, ഈ ഓരോ ഷോയ്ക്കും അണിഞ്ഞിരിക്കുന്ന വസ്ത്രം ഇപ്പോൾ പുതുതായിട്ട് തയ്ച്ച് ഇസ്തിരിയിട്ടങ്ങ് ഇട്ട പോലത്തെയാണ്. നമ്മുടെ ഈ ബാലെ നർത്തകരും നമ്മുടെ നാടകത്തിലെ ആൾക്കാരും ഒക്കെ എന്ന് പറഞ്ഞാൽ ഒരു സീസൺ മുഴുവൻ ഒരു വസ്ത്രം ഇടില്ല. ഇതങ്ങനെയല്ല, ഇത് ഫ്രഷ് വസ്ത്രമാണ് നമുക്ക് തോന്നും. മിക്കവാറും അത് ഓരോ ഷോയും കഴിയുമ്പോൾ അലക്കി ഇസ്തിരിയിട്ട് കൊണ്ടിരുന്നതായിരിക്കാം, അല്ലെങ്കിൽ 10-15 ഷോ കഴിയുമ്പോൾ മാറുന്നതായിരിക്കാം. ഏതായാലും അതിനൊരു പെർഫെക്ഷൻ അപാരമാണ്. മേക്കപ്പ്, അവരുടെ തൊപ്പി, അവരുടെ ഉപകരണങ്ങൾ എല്ലാം തിളങ്ങി നിൽക്കുന്ന സാധനമാണ്. അല്ലാതെ ഒരു കുറ്റം പറയാൻ ആർക്കും പറ്റില്ല. അപ്പോൾ ഇതിനകത്ത് റെസ്റ്റോറൻറ്റുകളുണ്ട്, കോഫി ഷോപ്പുകളുണ്ട്, അവിടെയൊക്കെ ജോലി ചെയ്യുന്ന ആളുകൾ, ഷെഫുകൾ, ഇലക്ട്രീഷ്യന്മാർ, ടെക്നീഷ്യന്മാർ, മെക്കാനിക്കുകൾ, മാനേജ്മെൻറ്റ് ഉദ്യോഗസ്ഥർ, ക്ലർക്കുമാർ, എത്രയായിരം ആളുകൾ ചേർന്നായിരിക്കും 365 ദിവസവും 1971 മുതൽ ഈ നാൾ വരെ ഒരു ദിവസം പോലും തടസ്സമില്ലാതെ അത് പ്രവർത്തിച്ചെങ്കിൽ അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കണമെങ്കിൽ അതിനല്ലേ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്, അതിനല്ലേ അത്ഭുതം എന്ന് പറയുന്നത്. അവിടെ ഒരാളെ നിരാശപ്പെടുത്തുന്നില്ല. ടിക്കറ്റ് എടുത്ത് കയറി വരുന്ന ആളെ ഒരിടത്തും നോ എന്ന് പറയുന്നില്ല, ഒരിടത്തും സർവീസ് കിട്ടാതെ ആരും മടങ്ങുന്നില്ല. ലിബർട്ടി സ്ക്വയറിലേക്ക് നമ്മൾ ചെന്ന് കഴിയുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഈ പഴയകാല 1860-കളിലെ അമേരിക്കൻ ആഭ്യന്തര യുദ്ധം നടക്കുന്ന കാലത്തെ ഒരു തീമിലാണ്. അവിടെ വലിയൊരു തിയേറ്ററുണ്ട്, ഹോൾ ഓഫ് ദ പ്രസിഡൻസ് എന്നാണ് അത് അറിയപ്പെടുന്നത്. അവിടെ ഇപ്പോൾ ഒരു ഷോ തുടങ്ങാൻ പോവുക. ഏതാണ്ട് ഒരു 700 പേർക്ക് ഇരിക്കാവുന്ന വലിയൊരു ഹാളാണ്, സിനിമാ തിയേറ്റർ പോലത്തെ തന്നെ ഒരു ഹാള്. ഞാനത് വൃത്തിയായിട്ട് ഷൂട്ട് ചെയ്യാവുന്നൊരു സ്ഥലത്ത് തന്നെ പോയി നിന്നു. ഇതെന്താ സംഭവം എന്നൊരു പിടുത്തവുമില്ല. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു 180 ഡിഗ്രി, അതായത് ഒരു അർദ്ധവൃത്ത വലിപ്പത്തിലുള്ള വലിയൊരു LED സ്ക്രീനാണ് നമ്മൾ കാണുന്നത്. ഈ സ്ക്രീനിൽ അമേരിക്കയുടെ ചരിത്രം അങ്ങ് വരികയാണ്. സൗണ്ട്, അതിൻ്റെ വിഷ്വല് അത്ഭുതപ്പെട്ടു പോകും, ഞെട്ടിപ്പോകുന്ന തരത്തിലുള്ള പെർഫോമൻസാണ്. അവിടെ തീർന്നില്ല, ഈ അമേരിക്കയുടെ ചരിത്രം ഒന്ന് ആലോചിച്ച് നോക്കിയാൽ. എൻ്റർടൈൻമെൻറ്റിന്, അമ്യൂസ്മെൻറ്റിന്, ആഘോഷിക്കാൻ, വെക്കേഷൻ ആഘോഷിക്കാൻ വന്നവരെ അമേരിക്കയുടെ ചരിത്രം പഠിപ്പിക്കുക. എത്ര ബോറടിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നും. ഇല്ല, അവിടെ ആവേശഭരിതരായ ആളുകൾ ഇരിക്കുകയാണ്. ഓരോ 2-3 മിനിറ്റ് കൂടുമ്പോൾ ആളുകൾ കൈയടിക്കുകയാണ്. കുട്ടികളും മുതിർന്നവരുമൊക്കെ ആവേശം കൊള്ളുകയാണ് ചരിത്രം കണ്ടിട്ട്. ഇത്തിരി കഴിയുമ്പോഴത്തേക്കും ഈ സ്റ്റേജിലേക്ക് പിന്നെ കാണുന്നത് എബ്രഹാം ലിങ്കണാണ്. എബ്രഹാം ലിങ്കൺ അവിടെ നിന്ന് പ്രസംഗിക്കുകയാണ്. ഇത് സ്ക്രീനിലല്ല, ഈ സ്ക്രീനിൻ്റെ മുന്നിൽ എബ്രഹാം ലിങ്കൻ്റെ ഒരു പ്രതിമയാണ്. റോബോട്ടിക് ആനിമേഷൻ എന്ന് പറഞ്ഞ ടെക്നോളജിയാണ്. എബ്രഹാം ലിങ്കൻ്റെ അതേ രൂപത്തിലുള്ള ഒരു പ്രതിമ, ആ പ്രതിമ പ്രസംഗം നടത്തുകയാണ്. ലിങ്കൻ്റെ പ്രശസ്തമായ ഗെറ്റിസ്ബർഗ് പ്രസംഗമാണ് അവിടെ അദ്ദേഹം നടത്തുന്നത്. നമുക്ക് രോമാഞ്ചം വരുന്ന രീതിയിലാണ് അതിൻ്റെ സൗണ്ട്, അതിൻ്റെ സൗണ്ട് എഫക്ട്സ്, അദ്ദേഹത്തിൻ്റെ ശബ്ദം, അദ്ദേഹത്തിൻ്റെ രൂപം, ഭാവം. തീർന്നില്ല. ഞാൻ അന്ന് ചെല്ലുമ്പം അന്നും ഡൊണാൾഡ് ട്രംപാണ് പ്രസിഡൻറ്റ്. ആ ഡൊണാൾഡ് ട്രംപ് വരെയുള്ള പ്രസിഡൻറ്റുമാരങ്ങനെ നിരന്നിരിക്കുകയാണ്. അവരൊക്കെ പരസ്പരം കുശലം പറയുന്നു, കൈ കൊടുക്കുന്നു, പറയുന്നു. പ്രതിമകളാണ്, റോബോട്ടിക്സാണ്, എല്ലാം റോബോട്ടുകളാണ് പ്രസിഡൻറ്റുമാരുടെ രൂപത്തിൽ. അപ്പോൾ ഞാൻ ചിന്തിക്കുക ചെയ്തേ, മരിച്ചുപോയ പ്രതിഭാശാലികൾ നാളെ പുനഃസൃഷ്ടിക്കുന്നത് ഇങ്ങനെയായിരിക്കും.
അവരുടെ പ്രസംഗം, അവരുടെ ശബ്ദത്തിൽ, അവരുടെ ശരീരഭാഷയിൽ, അവരുടെ രൂപത്തിൽ നമ്മുടെ മുമ്പിൽ സ്റ്റേജിൽ നിന്ന് പ്രസംഗിക്കുന്ന മരിച്ചുപോയ പ്രതിഭാശാലികൾ. മഹാത്മാഗാന്ധിയൊക്കെ ഒരു ദിവസം വന്ന് നമ്മുടെ സ്റ്റേജിലേക്ക് വന്ന് പ്രസംഗിക്കുന്ന ഒരു കാലം ഒന്ന് ചിന്തിച്ച് നോക്കിയേ. ഇത് 2017-ലും 2018-ലൊക്കെ നമ്മൾ കാണുകയാണ് അമേരിക്കയിൽ. ഇന്ന് അതിൻ്റെ ടെക്നോളജി വീണ്ടും മുന്നോട്ട് പോയിട്ടുണ്ടാവാം. ആവേശകരമായൊരു ഷോ ആയിരുന്നത്. അത് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി. ഞാൻ ഫ്രോണ്ടിയർ ലാൻഡ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് എത്തി. ഫ്രോണ്ടിയർ ലാൻഡ് എന്ന് പറഞ്ഞ പ്രദേശത്ത് ഒരു മെയിൻ സ്ട്രീറ്റ് ഉണ്ട്. ഈ സ്ട്രീറ്റിൻ്റെ വശങ്ങളൊക്കെ എങ്ങനെയാണെന്നുള്ളത് വിഷ്വൽ നിങ്ങളിപ്പോൾ കാണും. അതിമനോഹരമാണ്. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഇത് മുഴുവൻ ഓരോ സ്ക്വയർ ഇഞ്ചും കലാകാരന്മാർ ഡിസൈൻ ചെയ്തതാണ്. ലാൻഡ്സ്കേപ്പ് ആർട്ടിസ്റ്റുകൾ, ആർട്ട് ഡയറക്ടർമാർ ഒക്കെ കൂടെ ചേർന്ന് ഡിസൈൻ ചെയ്ത് ഗംഭീരമാക്കിയതാണ്. ഈ ഫ്രോണ്ടിയർ ലാൻഡിൻ്റെ മെയിൻ സ്ട്രീറ്റിൽ അപ്പോഴത്തേക്ക് ഒരു ഷോ തുടങ്ങുകയാണ്, ഒരു പരേഡ് തുടങ്ങാൻ പോവാണ്. ഇത്തരത്തിൽ എത്ര പരേഡുകൾ ഒരേ സമയം നടക്കുന്നറിയോ? ഈ ഓരോ പരേഡിലും 10-500 കലാകാരന്മാരും ടെക്നീഷ്യന്മാരും ഒക്കെയാണ് പങ്കെടുക്കുന്നത്. അപ്പോൾ അവിടെ ഞാൻ വഴിയേരി കാത്തു നിന്നു. അപ്പോൾ അവിടെ 2 സൈഡിലും ഓരോ കയറ് കിട്ടും. നമ്മളത് ക്രോസ് ചെയ്യാൻ പാടില്ല. ഇനി പരേഡ് കഴിഞ്ഞിട്ടേ നമ്മളിവിടുന്ന് മൂവ് ചെയ്യാൻ പാടുള്ളൂ എന്ന് പറഞ്ഞാൽ അനൗൺസ്മെൻറ്റ് വരുന്നു. സെക്യൂരിറ്റി ഇടയ്ക്കിടയ്ക്ക് അതിലേ കടന്നു പോകുന്നു. ഈ കയർ ക്രോസ് ചെയ്യുന്നവരെയൊക്കെ അകത്താക്കുന്നു. അങ്ങനെ പരേഡ് വരികയാണ്. ആദ്യം വരുന്നത് ബാൻഡ് സെറ്റുകാരുടെ ഒരു സംഘമാണ്. അവർ കടന്നു പോകുന്നു. പിന്നെ ഇതേ സ്ട്രീറ്റിലൂടെ നർത്തകരുടെ ഒരു സംഘം കടന്നു പോകുന്നു. അത് കഴിഞ്ഞ് പലതരം ഫ്ലോട്ടുകൾ കടന്നു വരുന്നു. ചിലത് വാഹനങ്ങളുടെ മുകളിലാണ്, ചിലത് വാഹനമാണെന്ന് അറിയാത്ത രീതിയിലുള്ളതാണ്. അതിൻ്റെ മുകളിലിരിക്കുന്ന ആളുകളുണ്ട്. 2 നില കെട്ടിടത്തേക്കാൾ ഉയരത്തിലുള്ള ഫ്ലോട്ടുകളുണ്ട്. അതിലൊക്കെ പിടിച്ചിരിക്കുന്ന കഥാപാത്രങ്ങളുണ്ട്. തീ തുപ്പുന്ന ഭീകര സത്വങ്ങൾ ഈ വഴിയിലൂടെ കടന്നു പോകും. അവരുടെയൊക്കെ വായിൽ നിന്ന് യഥാർത്ഥത്തിലുള്ള തീ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു 90 വയസ്സ് കഴിഞ്ഞ ആളുകൾ വരെ ഇത് കണ്ട് അത്ഭുത പരതന്ത്രമായി നിൽക്കുന്ന കാഴ്ച നമ്മൾ കാണുന്നത്. ഓരോ മിനിറ്റും നമ്മളെ സർപ്രൈസ് ചെയ്യുന്ന കാഴ്ചകൾ. എത്ര കലാകാരന്മാർ, എത്ര ഗംഭീര പെർഫോമൻസുമായിട്ടാണ് ഈ സ്ട്രീറ്റിലൂടെ കടന്നു പോയതിന് കണക്കില്ല. പരമാവധി ദൃശ്യങ്ങൾ ഒരു റെസ്റ്റോറൻറ്റിൻ്റെ തിണ്ണെ മുകളിൽ കയറിന്നിട്ട് ഞാൻ ഷൂട്ട് ചെയ്തെടുത്തു. ഈ ഓരോ കാഴ്ചയും ചിത്രീകരിച്ച് നിൽക്കുമ്പോഴും ഓരോ സമയവും സെക്യൂരിറ്റി ഗാർഡ് അടുത്തൂടെ കടന്നു പോകുമ്പോഴും എൻ്റെ ഉള്ളിൽ ഒരു മിന്നലുണ്ട്. ഇവരിൽ ആരെങ്കിലും എന്നെ പിടിക്കുമോ എന്നുള്ളൊരു പേടിയുണ്ട്. അടുത്തതായിട്ട് എനിക്ക് ഇനി ഫാൻറ്റസി ലാൻഡിലേക്കും ടുമാറോ ലാൻഡിലേക്കും ഒക്കെ പോകണം. അങ്ങോട്ട് ഓടി. ഈ ടുമാറോ ലാൻഡിലേക്ക് ചെല്ലുമ്പോൾ അവിടെ സ്പേസ് എക്സ്പീരിയൻസ് തരുന്ന ഒരു റോളർ കോസ്റ്റർ വരെയുണ്ട്. നിങ്ങൾ അതിൽ കയറി താഴോട്ട് ഇറങ്ങുമ്പോഴത്തേക്കുണ്ടല്ലോ സീറോ ഗ്രാവിറ്റി അനുഭവിക്കും. അതിൻ്റെ മുന്നിൽ നീണ്ട ക്യൂവാണ്. ആ ക്യൂവിൻ്റെ പുറകിൽ നിന്ന് എനിക്ക് തോന്നുന്നു ഒരു മണിക്കൂറെങ്കിലും നിൽക്കാതെ ഈ റോളർ കോസ്റ്റർ കയറാൻ പറ്റില്ല. ഇങ്ങനെ ഒരു ഓട്ടപ്രദർശനം നടത്തി ഞാൻ വീണ്ടും കറങ്ങി തിരിഞ്ഞ് നമ്മൾ ആദ്യം വന്നിറങ്ങിയ സിൻഡ്രല കാസിൻ്റെ മുന്നിലെ ആ പ്ലാസയിലെത്തി. പ്ലാസയിലെത്തുമ്പോൾ അവിടെ ഒരു ഷോ നടക്കുകയാണ്. വൈകിട്ടത്തെ അവസാനത്തെ ഷോ. ആളുകളുണ്ട്. ആ ഷോ രാവിലെ കണ്ടതായിട്ട് കൂടുതൽ നിന്നില്ല. ഞാൻ തിരിച്ച് നടക്കാൻ തീരുമാനിച്ചു. കാരണം ഇനി അധികം താമസിക്കാൻ പാടില്ല. ബോട്ട് പിടിച്ച് അപ്പുറം എത്തി പാർക്കിങ്ങിലെത്തി കാത്തു നിൽക്കണം. നമ്മുടെ ബസ് നമ്മളെ കൂട്ടിക്കൊണ്ടു പോകാൻ വരും. അങ്ങോട്ട് ഇറങ്ങുമ്പോൾ അവിടെ ഒരു പ്രതിമയുണ്ട്. ഒരു വെങ്കല പ്രതിമ. വാൾട്ട് ഡിസ്നി എന്ന മഹാപ്രതിഭാശാലി മിക്കി മൗസിൻ്റെ കൈയും പിടിച്ച് നിൽക്കുന്ന ഒരു പ്രതിമ. ഞാൻ ആ പ്രതിമയുടെ ദൃശ്യങ്ങൾ ഇങ്ങനെ പകർത്തിയെടുത്തു. എൻ്റെ കണ്ണുകൾ നിറഞ്ഞുപോയി. പത്രം വിറ്റ് നടന്ന ഒരു പയ്യൻ, അവൻ്റെ ആഗ്രഹങ്ങൾ, അവൻ്റെ സ്വപ്നങ്ങൾ വലുതായിരുന്നത് കൊണ്ടും കഠിനാധ്വാനം ചെയ്യാനുള്ള മനസ്സുകൊണ്ടും മനുഷ്യനെ അത്ഭുതപ്പെടുത്തുന്ന, 10,000-ങ്ങളെ ആഹ്ലാദിപ്പിക്കുന്ന, 10,000-ങ്ങളെ പ്രചോദിപ്പിക്കുന്ന ഒരു പ്രതിഭാസമായി മാറിയതിൽ ഞാൻ ചിത്രീകരിച്ച് നിൽക്കുമ്പോൾ പിന്നിൽ ആ സ്റ്റേജിൽ നിന്ന് ശബ്ദം കേൾക്കുകയാണ്. ഡ്രീം 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 ബിഗ്, ഡ്രീംസ് വിൽ കം ട്രൂ. എല്ലാ ഷോയുടെയും അവസാനം ഡിസ്നിയുടെ വാക്കുകൾ അവിടെ കലാകാരന്മാർ ആവർത്തിക്കും. സ്വപ്നം കാണുക, സ്വപ്നം കാണുക, വലിയ വലിയ സ്വപ്നങ്ങൾ കാണുക. ആ സ്വപ്നം ഒരു ദിവസം യാഥാർത്ഥ്യമാകും. എത്രയോ മഹാന്മാർ പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷേ ഡിസ്നി പോലുള്ള ആളുകൾ അവരുടെ ജീവിതത്തിലൂടെ തെളിയിച്ചതാണ്. പലരും കരുതും നമ്മുടെ നാട്ടിൽ വിജയിച്ച സംരംഭകർ, വിജയിച്ച വ്യവസായികൾ, വിജയിച്ച കലാകാരന്മാർ ഒക്കെ ഭാഗ്യം കൊണ്ട് അല്ലെങ്കിൽ എന്തൊക്കെയോ തട്ടിപ്പ് കൊണ്ട് വെട്ടിപ്പ് കൊണ്ട് വിജയിച്ചതാണെന്ന്. അല്ല. നമ്മളറിയാത്ത നാളുകളിൽ, നമ്മൾ ഉറങ്ങിയ നാളുകളിൽ, നമ്മൾ വിശ്രമിച്ച നാളുകളിൽ, നമ്മൾ ഉഴപ്പി നടന്ന നാളുകളിൽ, നമ്മൾ സൗഹൃദം കൂടി നടന്ന നാളുകളിൽ, നമ്മൾ റെസ്റ്റോറൻറ്റുകളിലും ബാറുകളിലും സമയം ചെലവഴിച്ച നാളുകളിൽ, നമ്മൾ മൊബൈൽ ഫോണിൻ്റെ ലോകത്ത് മുഴുകി നടന്ന നാളുകളിൽ, നമ്മൾ സിനിമാ തിയേറ്ററുകളിൽ ഇരുന്ന നാളുകളിൽ അവർ ഉരുകുകയായിരുന്നു, കഠിനാധ്വാനം ചെയ്യുകയായിരുന്നു, സ്വപ്നങ്ങൾ നടപ്പാക്കാനുള്ള വ്യഗ്രതയിൽ പാഞ്ഞു നടക്കുകയായിരുന്നു, അതിനുവേണ്ടി പ്രയത്നിക്കുകയായിരുന്നു. വലിയ സ്വപ്നമുണ്ടാകണം. ആ സ്വപ്നം നടപ്പാക്കാനുള്ള ബുദ്ധിയുണ്ടാവണം. ആ ബുദ്ധിയുള്ള സ്വപ്നമുള്ള മനുഷ്യൻ നിരന്തരം പരിശ്രമിച്ചുകൊണ്ടിരിക്കണം. അങ്ങനെ ചെയ്താൽ, നിരന്തരം പരിശ്രമിച്ചുകൊണ്ടിരുന്നാൽ തീർച്ചയായും നിങ്ങളുടെ സ്വപ്നങ്ങളിലെത്തും. ഇതാണ് ഡിസ്നി നമ്മളെ പഠിപ്പിക്കുന്നത്. അവിടെ നിന്ന് ഞാൻ ബോട്ട് പിയറിലേക്ക് നടന്നു. ബോട്ട് പിയറിൽ നിന്ന് ബോട്ട് പിടിച്ചു, മറുകരയിലെത്തി. പാർക്കിങ്ങിൽ ചെല്ലുമ്പോൾ എനിക്ക് മടങ്ങാനുള്ള മിനി വാനുണ്ട്. ആ മിനി വാനിൽ യാത്ര ചെയ്ത് വലിയ ബസ്സിലേക്ക് ചെന്നു. ഒർലാൻഡോയിൽ നിന്നുള്ള മടക്കയാത്ര ആരംഭിച്ചു. ഇനി 5 മണിക്കൂർ യാത്ര ചെയ്താൽ മയാമിയിലെത്തും. അതുവരെ എൻ്റെ മനസ്സിൽ ഡിസ്നി ആയിരുന്നു. ഡിസ്നിയുടെ ഒരു അത്ഭുത ലോകമായിരുന്നു. ഈ അത്ഭുത മനുഷ്യനെക്കുറിച്ചുള്ള ഓർമ്മകളായിരുന്നു.
പോളണ്ട്, ബോസ്നിയ ആൻഡ് ഹെർസഗോവിന, കിർഗിസ്ഥാൻ. സഞ്ചാരം വോള്യം നമ്പർ 19. ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995 444 222.